എന്റെ ന്യായം നിന്റെ മേല് വരുമാമേ. പഠിക്കാണ് ഇവരാരും പലരുടെ ശബ്ദങ്ങൾ കേട്ടു. ഇവരെല്ലാവരും ഇന്ന് എന്റെ സ്ഥിതി 1000 പേര് വേണം. ഒരു മുതിർന്ന മറ്റൻ പറഞ്ഞു, ഞങ്ങൾ അതിന് നയം വരുത്തിയിരുന്നെങ്കിൽ സഭയിൽ 1000കണക്കിന് ആത്മാക്കൾ വരുമോ? ഇവരുടെയൊക്കെ കൺവെൻഷൻ തന്നെ 10,000 ഉണ്ടാവും. ഇല്ലേ 1,00,000 പേരുണ്ട്, സ്ഥലം ആത്മാക്കളുണ്ട്. ഇപ്പൊ പറയുന്നു ഞങ്ങൾ ഇതിനെ കുറച്ചുകൂടെ ആയി വരുന്നെങ്കിൽ കുറച്ചുകൂടെ അധികമാകും. ഇവരുടെ ലക്ഷ്യം മെമ്പേഴ്സിന്റെ എണ്ണം കൂട്ടാം. സഭയിൽ ആൾക്കാരെ ചേർക്കുന്ന പരിപാടിയാണ്. ഇവിടത്തേതായ സംഘടനാ പ്രവർത്തകരും മുതിർന്ന നേതാക്കളും പാസ്റ്റേഴ്സുമാരെ സഭയിൽ ആൾക്കാരെ കൂട്ടണം. ഞാൻ ഇവിടെ സ്നാനപ്പെടുന്നത് സഭയിൽ ആൾക്കാരെ കൂട്ടാനാണോ യേശുവിനെ ചേരാനാണോ? അത് സഭയിൽ ആൾക്കാരെ കൂട്ടാനാണോ? യേശുവിന്റെ സഭയിലാണ് ചേരണം. അതെ, സ്നാനപ്പെടുന്നതോടെ അവൻ യേശുവിനോട് വച്ചിരുന്നു. സഭയിൽ ആൾക്കാരെ കൂട്ടാനല്ല. ഇവിടെ കാഴ്ചപ്പെടെ സഭയിൽ ആൾക്കാരെ കൂട്ടാനാണ് സ്ഥാനപ്പെടുന്നത്. അതുകൊണ്ട് ഓർമ്മ ഞാൻ എനിക്ക് ലക്ഷ്യം ഈ ലോകത്ത് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി ഞങ്ങളുടെ സഭ, ഞങ്ങളുടെ പ്രസ്ഥാനം എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ പോലെ ആൾക്കാരുടെ ക്രൗഡ് കാണിച്ച് സലോമോൻ സ്വയമേ മഹത്വവും ധനവും അന്വേഷിച്ചപ്പോൾ സലോമോന്റെ ഗതികേടുണ്ടായി. സലോമോന്റെ ഭാഗത്ത് 2 തെറ്റ്: സ്വയം മഹത്വം, സ്വന്തമായി ധനം ശേഖരിപ്പാൻ തക്കവണ്ണം അന്യജാതിക്കാരുമുള്ള അശുദ്ധമായ കൂട്ടുകെട്ടുകൾ. ഇത് സലോമോനെ ദൈവത്തിന്റെ കോണിൽ നിന്ന് പുറത്താക്കപ്പെടുവാൻ ഈ 2 പാപം കാരണമായതുപോലെ ഇന്ന് ചില വിദ്വാൻമാരത് അറിയുന്നില്ല. സലോമോൻ ചെയ്ത് 2 കാര്യം ഇവർ ചെയ്യുന്നു. സ്വയം മഹത്വം വേണം, ധനം വാരിക്കൂട്ടണം. ഇത് ഈ ലോകത്തിലെ കാര്യമാണ്. പക്ഷേ കാര്യം പറയട്ടെ, വളരെ വ്യക്തമായിരിക്കുന്നു. ഇവരെല്ലാവരും വിളിക്കപ്പെട്ടവരുടെ കൂട്ടത്തിലുള്ളവരാണ്. പക്ഷെ തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ കൂട്ടത്തിലുള്ളവരാണ്. വിശുദ്ധിക്ക് വേണ്ടി പോരാടിക്കുന്ന ഒരു കൂട്ടമുണ്ടെങ്കിൽ അവരാണ് തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ കൂട്ടത്തിലുള്ളത്. അതാണ് വചനം 10 ലേഖനത്തിലുള്ള വളരെ വ്യക്തമായി പറയുന്നു. എന്താണ് പറയുന്നത്? നീതിമാൻ പ്രയാസത്തോടെ രക്ഷ പ്രാപിക്കുന്നതെങ്കിൽ ആരാണ് പ്രയാസത്തോടെ രക്ഷ? എന്താണ് രക്ഷ? ദിക്കിൽ കടക്കുന്ന രക്ഷ ഇന്ന് പറയുന്ന ആർക്കെങ്കിലും അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടോ? അവർ മറന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. ലോകത്തിൽ എന്തൊക്കെയോ നേടിപ്പടിക്കാൻ വേണ്ടി, കാട്ടിക്കൊടുക്കാൻ വേണ്ടി, എനിക്കും പ്രസ്ഥാനത്ത് ഉണ്ടെന്ന് പറയുവാൻ വേണ്ടി ഇവർ എന്തൊക്കെയോ ഉപദേശത്തിന് അയവരുത്തുമ്പോൾ നിത്യതയ്ക്ക് വേണ്ടി പ്രവേശിക്കുന്ന ആ ചെറിയ കൂട്ടത്തിന് വേണ്ടി അധ്വാനിക്കുന്ന ദൈവദാസന്മാരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്വന്തം ചെയ്യുന്നു. അല്ലേ? ചെറിയ കൂട്ടന്മാരാണ് ഇവർ വിശുദ്ധിക്ക് വേണ്ടി പോരാടി നിൽക്കുന്നവർ. ഈ പറയുന്നവരാരും ആ മണ്ഡലത്തിൽ കയറുന്നില്ല. അവർ ഇവിടെ മുന്നിൽ സംസാരിക്കുകയാണ്. ഇനിയും കർത്താവ് പറയുന്നു, അനേകം അന്ത്യകാല അവസ്ഥ സമയത്ത് ഒരു കൂട്ടർ സ്വർഗത്തിലേക്ക് ചെറുപ്പം കർത്താവ് അടച്ചു കളഞ്ഞു. അത് പറഞ്ഞു, ഞങ്ങൾ പ്രസ്ഥാനത്തിന്റെ ലീഡറായിരുന്നു, ഞാൻ സംഘടനയുടെ നേതാവായിരുന്നു, ഞാൻ 1000 പേരെ സ്നാനപ്പെടുത്തി, ഞങ്ങൾക്ക് ഇത്ര സഭകളുണ്ട്, ഇത്ര പ്രസ്ഥാനങ്ങളുണ്ട്. കോട്ടും സൂട്ടും ഇരട്ടപ്പെടുത്തല്ല കാര്യം തന്നെ. എളിമയുടെ ജീവിതം നയിച്ചാൽ നന്നായിരുന്നു. അങ്ങനെ പറഞ്ഞു ഇനി കുറച്ചൊക്കെ കാര്യങ്ങളൊക്കെ പ്രവചിക്കുന്നുണ്ട്, കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അമ്മേ ഇടയ്ക്ക് അതൊക്കെ ഭവിഷ്യത്ത് വരുത്തുന്ന വചനത്തെ വളച്ചൊടിക്കുന്ന ഉപദേശത്താലും അവർ ദൈവസഭയെ, വിശ്വാസി മക്കളെ തകർത്തുകൊണ്ടിരിക്കുന്ന അമ്മേ. പക്ഷെ ഇവർ മനസ്സിലാക്കുന്നില്ല ദൈവത്തിന്റെ സ്വരമാമേ. എന്തുമാത്രം ആത്മാക്കളെ ഇപ്രകാരം ഉപദേശത്തിൽ അവരെ തകർത്തുകൊണ്ടിരിക്കുന്നതാമേ. ഒരു കാര്യം പറയട്ടെ, ഹാലിയ ഇവർ ഒരു കാര്യം മറന്നു പോകുന്നു. ആരാണ്? കർത്താവ് പറയുന്നല്ലോ, ഞാൻ നിങ്ങളെ അറിയുന്നില്ലെന്നും. ഇവരാരാ? ഇവർ വിളിക്കപ്പെട്ടവരുടെ കൂട്ടത്തിലുള്ളവർ, തെരഞ്ഞെടുക്കപ്പെട്ട കൂട്ടത്തിലുള്ളവരല്ല. ഇന്ന് പെന്തിക്കോസ്തോളത്തിൽ 2 കൂട്ടരുണ്ട്. വിളിക്കപ്പെട്ടവരുടെ കൂട്ടം ഒരു പാർട്ട്, തെരഞ്ഞെടുക്കപ്പെട്ട കൂട്ടം സെക്കൻഡ് പാർട്ട്.